നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. തലക്കെട്ടുകൾ. സഞ്ജു സാംസൺ 2020 ലോകകപ്പ് ടീമിൽ 15-അംഗ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. KL രാഹുലിനെ ഒഴിവാക്കി. ശുഭ്മാൻ ഗില്ലും റിങ്കു സിംഗും റിസർവ് പട്ടികയിൽ. അഭിമാനമെന്ന് സഞ്ജുവിന്റെ മാതാപിതാക്കൾ. അവന്റെ സെലക്ഷൻ കിട്ടി, സന്തോഷമുണ്ട്. പക്ഷെ രാജ്യത്തിന് വേണ്ടി അവന്റെ ബാറ്റിൽ നിന്ന് കുറച്ച് റണ്ണ് വരുമ്പോഴേ യഥാർത്ഥ സന്തോഷം. അവൻ ആഗ്രഹിച്ചതുപോലെ വേൾഡ് കപ്പിൽ അവനൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റിയതിൽ നമ്മളെല്ലാവരും, നിങ്ങളോടൊപ്പം ഞാനും അതിൽ സന്തോഷിക്കുന്നുണ്ട്. റോഡിലെ തർക്കത്തിൽ KSRTC ഡ്രൈവർ ഹൈക്കോടതിയിലേക്ക്. മേയർക്കും MLAയ്ക്കുമെതിരെ കേസില്ല. KSRTC ഓഫീസ് ഉപരോധിച്ച് പ്രതിപക്ഷ തൊഴിലാളി സംഘടന. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. വൈകാരികമായി പ്രതികരിച്ചു മേയർ. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. പവർ കട്ട് വേണമെന്ന് KSEB. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തീരുമാനമെന്ന് മന്ത്രി. കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ലഭിച്ചില്ലെന്ന് K. കൃഷ്ണൻകുട്ടി. KSEB യോഗം മറ്റന്നാൾ. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. SSLC പരീക്ഷാഫലം മെയ് 8-ന്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം 9-നും അറിയാം. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. 5 ഡിഗ്രി വരെ താപനില കൂടും. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ആശ്വാസമായി തിരുവനന്തപുരത്ത് വേനൽ മഴ. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. ജാവദേക്കർ കൂടിക്കാഴ്ച ആരോപണത്തിൽ EP നിയമ നടപടിക്ക്. ദല്ലാളിനെതിരെയും വക്കീൽ നോട്ടീസ് അയക്കും. കൂടിക്കാഴ്ച വിവരം പുറത്തുവിട്ടത് EPയുടെ അറിവോടെ. മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് സുധാകരൻ. EPയെ തൊട്ടാൽ എല്ലാം പുറത്തുവരുമെന്നും KPCC അധ്യക്ഷൻ. കെജ്രിവാൾ കേസിൽ ഇടപെട്ട് സുപ്രീം കോടതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്ത് എന്തിന്? EDയോട് വിശദീകരണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി. കോൺഗ്രസിനെതിരെ പ്രചാരണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി. ഇന്ത്യ സഖ്യത്തെ തുറന്നു കാട്ടണമെന്ന് സ്ഥാനാർത്ഥികൾക്ക് കത്ത്. കോൺഗ്രസ് പ്രചാരണത്തിന് ഫേക്ക് വീഡിയോ ഉപയോഗിക്കുന്നതായി അമിത്ഷാ. അശ്ലീല വീഡിയോ വിവാദത്തിൽ പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്ത് JDS. കണ്ണൂർ ചെറുകുന്നിൽ റോഡ് അപകടത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. കാറും പാചകവാതക ലോറിയും കൂട്ടിയിടിച്ചു. മരിച്ചത് കാറിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശികളായ കുടുംബം. ലോകകപ്പ് കളിക്കാൻ സഞ്ജു സാംസൺ. T20 ലോകകപ്പിൽ 2ാം കീപ്പറായി സഞ്ജുവിനെ ഉൾപ്പെടുത്തി. രോഹിത് ശർമ്മയാണ് ടീം ക്യാപ്റ്റൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മികച്ച ഫോമാണ് സഞ്ജു വി സാംസൺ ഇപ്പോൾ 2020 ലോകകപ്പിന്റെ 15-അംഗ സംഘത്തിലേക്കുള്ള വാതിൽ തുറന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും സഞ്ജു വി സാംസണിന്റെ കളി ശൈലിയിലുള്ള ഒരു മാറ്റം അതും എടുത്തു പറയണം ഈ സമീപ കാലങ്ങളിൽ. പ്രത്യേകിച്ചും ഈ IPL-ൽ മിന്നും ഫോമിലാണ് സഞ്ജു കളിക്കുന്നത്. കഴിഞ്ഞ 9 മത്സരങ്ങളിലും അതിഗംഭീരമായ ടീമിനെ നയിക്കുകയും ഒപ്പം ബാറ്റർ എന്ന നിലയിൽ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതും സഞ്ജുവിന് പ്രത്യേകം അവസരത്തിനുള്ള വഴിയൊരുക്കി. എന്നാണെങ്കിലും ഈ ഇന്ത്യൻ ടീമിന്റെ സെലക്ഷനുള്ള 15-അംഗ സംഘം തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ ദിവസം അത് നാളെയായിരുന്നു. നാളേക്കുള്ളിൽ ഈ ലോകകപ്പിനുള്ള സംഘത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു ICCയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യൻ ടീം സെലക്ഷൻ. അതിൽ സഞ്ജു വി സാംസന്റെ പേരുണ്ടാകുമോ എന്നുള്ളതായിരുന്നു മലയാളികളായിട്ടുള്ള ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചുള്ള വലിയ ചോദ്യം. അതിനപ്പുറത്തേക്ക് സഞ്ജുവിന്റെ ഒരുപാട് ആരാധകർ ഇപ്പോൾ നിലവിലുണ്ട്. IPL-ലെ ഈ മികച്ച ഫോം അത് രാജസ്ഥാൻ റോയൽസ് ടീം അംഗങ്ങൾ, ടീമിന്റെ സപ്പോർട്ടേഴ്സ്, അവർ മാത്രമല്ല രാജ്യത്തുടനീളം സഞ്ജുവിന് വേണ്ടി വലിയ ഫാൻ ബേസ് ഉണ്ടായി വരുന്നു എന്നുള്ളതും സന്തോഷകരമാണ്. ആ സാഹചര്യത്തിൽ സഞ്ജു വി സാംസന്റെ ടീമിലേക്കുള്ള പ്രവേശനം
വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. 2015 സിംബാബ്വെക്കെതിരെ 2020 അരങ്ങേറ്റം കുറിച്ച സഞ്ജു പക്ഷേ വന്നും പോയും ഇരിക്കുന്ന ഒരു ബാറ്ററായി മാത്രമായിരുന്നു ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ മാറുമെന്നും പ്രതീക്ഷിക്കണം. സഞ്ജു വി സാംസണിന്റെ ശൈലിയിലുണ്ടായ മാറ്റം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്കോ ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തുക എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഭേദപ്പെട്ട പക്വതയോടുകൂടിയ രീതിയിൽ സഞ്ജു ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. ഇനി ഇന്ത്യൻ ടീമിൽ സഞ്ജു 15 അംഗ സംഘത്തിൽ ഉണ്ടെങ്കിൽ പോലും ടീമിന്റെ ഭാഗമായി കളിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ചും ഒരു വിക്കറ്റ് കീപ്പറായി, അത് 2 വിക്കറ്റ് കീപ്പർമാരാണുള്ളത്, ഋഷഭ് പന്തും സഞ്ജു വി സാംസണും. ഇതിൽ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരാണ് എന്നുള്ള കാര്യത്തിൽ BCCI ഒരു വ്യക്തത നൽകിയിട്ടില്ല. പക്ഷെ നമുക്കറിയാവുന്ന പോലെ ഒരു വലിയ കാർ ആക്സിഡന്റിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കായികക്ഷമത വീണ്ടെടുത്ത് ഋഷഭ് പന്ത് പൂർണ്ണമായും കളത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ആനുകൂല്യം സഞ്ജുവിനുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി സഞ്ജു വി സാംസൺ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോൾ ഓപ്പണറിലേക്ക് എത്തുന്നത് അത് രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാൾ ആയിരിക്കും. മറ്റു ടീമംഗങ്ങളോട് കൂടി പറഞ്ഞാൽ യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഇന്ത്യൻ ടീമിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. പിന്നാലെ സഞ്ജു വി സാംസണും അല്ലെങ്കിൽ വിരാട് കോഹ്ലിയും ഉൾപ്പെടെയുള്ളവർ എത്തും. ഇനി സ്പിന്നർമാരുടെ ഗണത്തിലേക്ക് പോകുമ്പോൾ കുൽദീപ് യാദവും അക്സർ പട്ടേലുമാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ KL രാഹുലിന്റെ ആരാധകർക്ക് നിരാശ പകരുന്നത് രാഹുലിന് അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. രാഹുൽ അവസരമില്ലാതെ പോയി. ശുഭ്മാൻ ഗിൽ ഉൾപ്പെടെയുള്ളവർ റിസർവ് നിരയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടി വരും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ ആരാണ് എന്ന് വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും രോഹിത് ശർമ്മ, ജയ്സ്വാൾ, 3ാം നമ്പർ വിരാട് കോഹ്ലി, തൊട്ടു പിന്നാലെ സൂര്യകുമാർ യാദവ്, അതിനുശേഷം സഞ്ജു അല്ലെങ്കിൽ ഋഷഭ് പന്ത്. ഇതായിരിക്കും ഇന്ത്യൻ ടീമിന്റെ ഒരു ബാറ്റിംഗ് ഓർഡർ. വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ്, രോഹിത് ശർമ്മ തന്നെ ക്യാപ്റ്റൻ, ഹർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം പേസർമാരായ ടീമിലുള്ളത്. ഈ റിസർവുമാരായി ശുഭ്മാൻ ഗില്ലും റിങ്കു സിംഗും ഖലീൽ അഹമ്മദും ആവേശ് ഖാനും ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ സമൂഹ മാധ്യമം വഴിയാണ് BCCI നടത്തിയത്. നാളെയായിരുന്നു ടീം പ്രഖ്യാപിക്കാനുള്ള അവസാന തീയതി. സഞ്ജു വി സാംസൺ അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായി, ലോകകപ്പ് ടീമിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് പോവുകയാണ്. ശ്രീശാന്തിന് ശേഷം ലോകകപ്പ് കളിക്കുന്ന ഒരു മലയാളി എന്നുള്ള ഖ്യാതിയിലേക്ക് സഞ്ജു എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് മുഴുവൻ ക്രിക്കറ്റ് ആരാധകർ. സഞ്ജുവിന്റെ മാതാപിതാക്കൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത്. വിശേഷം അവൻ അവിടെ ചെന്ന് കുറച്ച് കളിച്ച് രാജ്യത്തിന് വേണ്ടി കളിച്ച് കുറച്ച് റണ്ണടിക്കുമ്പോഴേ സന്തോഷമുണ്ട്. ഇപ്പൊ കിട്ടിയ അവന്റെ സെലക്ഷൻ കിട്ടി സന്തോഷമുണ്ട്. പക്ഷെ രാജ്യത്തിന് വേണ്ടി അവന്റെ ബാറ്റിൽ നിന്ന് കുറച്ച് റണ്ണ് വരുമ്പോഴേ യഥാർത്ഥ സന്തോഷം. 2013 മുതൽ IPL പെർഫോം ചെയ്യല്ലേ സാർ. പ്രത്യേകിച്ച് ഈ IPL 9 മത്സരങ്ങളിൽ വിരാട് കോഹ്ലിക്ക് തൊട്ട് പിന്നിൽ റൺവേട്ടയിൽ 2ാം സ്ഥാനത്താണ് സഞ്ജു. അതെ, സന്തോഷം. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ സഞ്ജു, കേരളത്തിന്റെ നമ്മുടെ അഭിമാനമായ സഞ്ജു കളിയുടെ ശൈലി മാറ്റി. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ ശൈലി കുറെ കാലം മുമ്പേ മാറ്റാമായിരുന്നു. ഇപ്പൊ നന്നായി ബാറ്റ് ചെയ്യുന്നു, നന്നായി കളിക്കുന്നു, ടൈം എടുത്ത് കളിക്കുന്നു. സന്തോഷമുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞാൻ എന്റെ മോന് സംസാരിച്ചു. ഈ വേൾഡ് കപ്പ് സെലക്ഷൻ കിട്ടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ചോ ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. കാരണം ഇത് അവൻ എപ്പോഴോ ഡിസർവ് ചെയ്തൊരു കാര്യം. 2013 മുതൽ T20 അവന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എപ്പോഴോ കിട്ടേണ്ട ഒരു സാധനം ഇപ്പൊ കിട്ടി. ഇതൊന്നും വലിയൊരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഭയങ്കര ആഹ്ലാദമൊന്നും ചെയ്യാറില്ല. കാരണം ഇത് അവന്റെ 13+ വയസ്സ് മുതൽ അവൻ ഇന്ത്യ ക്യാമ്പാണ്. തീർച്ചയായിട്ടും നമുക്കും സന്തോഷമാണ്. ഓരോ വ്യക്തികളും സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആഗ്രഹം പോലെ തന്നെ സഞ്ജുവും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ സഞ്ജു ഒരുപാട് അതിന്റെ പേരിൽ പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് അവൻ ആഗ്രഹിച്ചതുപോലെ വേൾഡ് കപ്പിൽ അവനൊരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റിയതിൽ നമ്മളെല്ലാവരും, നിങ്ങളോടൊപ്പം ഞാനും അതിൽ സന്തോഷിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിൽ ഒന്നുചേരാം. പന്നിൻ രവീന്ദ്രൻ പ്രതികരിച്ചു. അതിലേക്ക് തീർച്ചയായിട്ടും ഒരു കമ്പൈൻഡ് ടീമാണ്. കാരണം പരിചയ സമ്പന്നതയ്ക്കും കൂടാതെ യുവതാരങ്ങൾക്കും കൂടുതൽ അവസരം നൽകിക്കൊണ്ടുള്ള ഒരു ടീം. ക്ഷമിക്കണം, അത് പന്നിൻ്റെ പ്രതികരണമായിരുന്നില്ല.
മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. റോഡിലെ തർക്കത്തിൽ KSRTC ഡ്രൈവർ ഹൈക്കോടതിയിലേക്ക്. മേയർക്കും സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് ഡ്രൈവർ യദു കോടതിയെ സമീപിക്കുക. എന്നാൽ ഡ്രൈവർ മോശമായി പെരുമാറിയതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്ന് പോലീസിന്റെ നിലപാടാണ്. മേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് TDF KSRTC ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് നഗരസഭാ കവാടത്തിലേക്കും മാർച്ച് നടത്തി. നഗരസഭാ കവാടത്തിന് മുന്നിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖലയെന്ന ബോർഡും യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സസ്പെൻഷനിലായ KSRTC ഡ്രൈവർ യദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. TDFിൻ്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് നഗരത്തിൽ മസ്കറ്റ് ഹോട്ടലിന് മുമ്പിൽ നിന്ന് കോർപ്പറേഷന്റെ നഗരസഭയുടെ പ്രധാന കവാടത്തിലേക്ക് നടത്തിയ മാർച്ചിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ആ നഗരസഭയുടെ പ്രധാന കവാടത്തിന് മുമ്പിൽ ഓവർടേക്കിംഗ് നിരോധിത മേഖല മേയറുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഒരേ സമയം, അതായത് മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണം എന്ന് കാണിച്ചുകൊണ്ട് യദു കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിയിൽ കേസെടുക്കാനാവില്ല എന്നൊരു നിലപാടിലാണ് പോലീസ് നിലവിലുള്ളത്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഡ്രൈവറുടെ ഭാഗത്തു നിന്ന്, യദുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ പെരുമാറ്റമാണ് ഉണ്ടായത്. അതിൽ രോഷാകുലരായാണ് മേയറും ഭർത്താവും വാഹനം ക്രോസ് ചെയ്ത് നിർത്തി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് മേയർക്കെതിരെ അതുമായി ബന്ധപ്പെട്ട കേസെടുക്കാനാവില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ യദുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പ്രതിഷേധം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നതും. അടിയന്തരമായി യദുവിനെ സർവീസിലേക്ക് തിരികെ എടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് TDF ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മേയർക്കും ഭർത്താവിനുമെതിരായ ഈ ആരോപണത്തിൽ പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടായി. മേയർ ഡ്രൈവർ തർക്കം നഗരവാസികൾക്കാകെ അപമാനമെന്ന് BJP ആരോപിച്ചു. മേയർക്കെതിരെ കോൺഗ്രസ് അംഗങ്ങളും ആരോപണങ്ങൾ ഉയർത്തി. മേയർ മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. ശ്രീ അനിൽകുമാർ, ദയവായി ഒരു കാര്യം സംസാരിക്കാൻ അനുവദിക്കണം. ശ്രീ അനിൽകുമാർ, മറ്റു കൗൺസിൽ അംഗങ്ങൾ, ബഹുമാന്യരായ കൗൺസിൽ അംഗങ്ങൾ, മേയറെ ലൈംഗികമായി അധിക്ഷേപിച്ചതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ ചോദ്യം. KSRTC ഡ്രൈവർ യദുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രമേയം. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റമായി. കുറ്റക്കാർ ആരാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ എന്ന് മേയർ പറഞ്ഞു. വൈകാരിക പ്രതികരണവും മേയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി.
അപ്പൊ നമ്മൾ പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോൾ പ്രതികരിക്കാത്തതെന്നാണ് നമ്മൾ ചോദിക്കുക. ഈ അപ്പോൾ പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും അതിലുണ്ടാകുന്ന പ്രയാസവുമാണ് നമ്മളിപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഞാൻ ഒരുപക്ഷെ തുടർന്ന് സംസാരിച്ചാൽ വികാരത്തോടു കൂടി ഞാനൊരു പ്രയാസത്തിൽ പോകുന്നുള്ളത് കൊണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല, അതിനപ്പുറം എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരന്റെ ഭാര്യ, മറ്റൊരു സഹോദരൻ, എൻ്റെ ഭർത്താവ് അടങ്ങുന്ന എൻ്റെ കുടുംബമുണ്ട്. ആ കുടുംബം പ്രതികരിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം ഈ നാട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിൽ നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ വാക്കുതർക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതിനിടെ ഇന്ന് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗമാണ് വലിയ വാക്കേറ്റങ്ങൾക്ക് സാഹചര്യം ഒരുക്കിയത്. കൗൺസിൽ യോഗം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ BJP-യാണ് കൃത്യമായി മേയർ ഇക്കാര്യത്തിൽ മാപ്പ് പറയണം, തലസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകളെയും കൗൺസിലിനെയും മേയർ അപമാനിച്ചു, അതുകൊണ്ട് മേയർ മാപ്പ് പറയണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. അതിനെ എതിർത്തുകൊണ്ട് ഉടൻ തന്നെ ഭരണപക്ഷവും രംഗത്തെത്തി. അത് വലിയ വാക്കേറ്റത്തിൽ കലാശിച്ചതിന് പിന്നാലെ BJP അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ UDF-ന്റെ കൗൺസിലർമാരും സമാനമായ നിലപാടുമായി വാഹനത്തിൽ നിന്ന്, ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ട നടപടി അംഗീകരിക്കാനാവില്ല, അതുകൊണ്ട് തന്നെ പ്രമേയത്തെ അംഗീകരിക്കാനാവില്ല, മേയർ മാപ്പ് പറയണമെന്ന ആവശ്യവുമായി UDF കൗൺസിലർമാരും രംഗത്തെത്തുകയായിരുന്നു. അതിനിടയിലാണ് വൈകാരികമായ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയത്. തന്റെയും സഹോദരന്റെയും ഒരുമിച്ചുള്ള ചിത്രത്തിന് കീഴിൽ അസഭ്യം നിറഞ്ഞ കമന്റുകൾ ഇട്ടിട്ടും പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല. ഏകപക്ഷീയമായ വിധിയെഴുത്ത് പോലെയാണ് സൈബർ ഇടങ്ങളിൽ തനിക്കെതിരായ പരാമർശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നതെന്നും ആര്യ രാജേന്ദ്രൻ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമാണ് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. മേയർ ആര്യ രാജേന്ദ്രൻ പൊതുപ്രവർത്തകർക്ക് അപമാനമെന്ന് രമേശ് ചെന്നിത്തല. പാവപ്പെട്ട ഡ്രൈവറെ ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ അത് വളരെ പൊതുപ്രവർത്തകരായ ആളുകൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല. അയാൾ എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ബോധ്യപ്പെടും. MLA-യും മേയറും കുറെ കൂടി ഉയർന്ന് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ട ആളുകളാണ്. ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവർക്കെതിരായി ഇത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. തന്നെയല്ല, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകരെ പറ്റി അവമതിപ്പുണ്ടാക്കാനേ സഹായിക്കുള്ളൂ. ആ ഡ്രൈവറെ എന്തിനാണ് കുറ്റപ്പെടുന്നത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അയാൾ വളരെ ഇന്നസെന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. തന്നെയല്ല, ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. മറ്റു ചില വാർത്തകൾ നോക്കാം. SSLC ഫലപ്രഖ്യാപനം മെയ് 8-ന് വൈകിട്ട് 3-നാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നത്. മെയ് 9-ന് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിക്കും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11 ദിവസം മുൻപെയാണ് ഇത്തവണ ഫലപ്രഖ്യാപനം. സംസ്ഥാനത്ത് പവർ കട്ട് വേണമെന്ന് സർക്കാരിനോട് വീണ്ടും ആവശ്യമുന്നയിച്ച് KSEB. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ KSEB ഉന്നതതല യോഗം ചേരും. ഓവർലോഡ് കാരണം ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോർമറുകൾ തകരാറിലായി. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ്. ഇന്നലെ 11.31 കോടി യൂണിറ്റാണ് ഉപഭോഗം. നിലവിൽ പവർ കട്ട് വേണമെന്ന ശുപാർശ ലഭിച്ചിട്ടില്ലെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേന്ദ്ര പൂളിൽ നിന്ന് വൈദ്യുതി ലഭിച്ചില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. കടുത്ത വേനൽ വലിയ പ്രതിസന്ധിയാണ് KSEBക്കും ഉണ്ടാക്കുന്നത്. ഈ ചൂട് കൂടുന്നതനുസരിച്ച് വൈദ്യുത ഉപയോഗം കൂടുന്നു. അത് വ്യവസായശാലകളിൽ മാത്രമല്ല, വീടുകളിൽ പോലും അത്തരത്തിൽ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ പീക്ക് അവറിൽ വലിയ രീതിയിലുള്ള വർധനയാണ് ഉപയോഗത്തിലുണ്ടാകുന്നത്. ഇന്നലെ ഉപയോഗിച്ചത് 113.15 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. വോൾട്ടേജ് ക്ഷാമം പലയിടത്തുമുണ്ട്. പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. രാത്രിയൊക്കെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്കും KSEB ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ പ്രതിഷേധത്തിനുമൊക്കെ കാരണമായി മാറുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ഇന്നലെ പുറത്തുനിന്നെത്തിച്ചത് 88.45 ദശലക്ഷം യൂണിറ്റാണ്. അത് വാങ്ങുന്നതിനും നിയന്ത്രണവും കിട്ടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു
ലോഡ് ഷെഡിങ്ങിലേക്ക് പവർ കട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന ഒരു നിലപാട് KCB എടുക്കുന്നത് അത് സർക്കാരിൻ്റെ അനുമതി വേണം. സംസ്ഥാനത്ത് കഴിഞ്ഞ 7-7.5 വർഷമായുള്ളൊരു ഖ്യാതി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത സംസ്ഥാനം എന്നുള്ളതാണ്. വലിയ അഭിമാനത്തോടെ ഇടതുമുന്നണി നേതൃത്വം എടുത്തു കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അതുകൊണ്ട് ലോഡ് ഷെഡിങ്ങിലേക്കും പവർ കട്ടിലേക്ക് പോകണമെങ്കിൽ മുന്നണിയുടെ അനുമതി വേണം, നയപരമായ ഒരു അനുമതി കൂടി വേണം. അതുകൊണ്ടാണ് മന്ത്രി അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ ചൂട് ഇങ്ങനെ കൂടുകയും വൈദ്യുതി ഉപയോഗം ഇതേ രീതിയിൽ തുടരുകയും ചെയ്യുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ വേനൽ മഴ ഇനിയും വൈകിയാലും സംസ്ഥാനത്ത് ഈ ലോഡ് ഷെഡിംഗ് എന്നത് അല്ലെങ്കിൽ പവർ കട്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി മാറുമെന്ന ആശങ്കയാണ് പൊതുവിൽ ഉയരുന്നത്. മറ്റന്നാൾ KCBയുടെ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അവിടെയും ഒരു ശുപാർശ സർക്കാരിന് സമർപ്പിക്കാനാകും അവർ തയ്യാറാകുക. തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്, നയപരമായ തീരുമാനമെടുക്കേണ്ടത് ഇടതു മുന്നണിയുമാണ്. മന്ത്രി K. കൃഷ്ണൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതിലേക്ക് ആവശ്യപ്പെട്ടില്ല. അവരൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. മീറ്റിംഗ് വിളിച്ച് അതിൽ വെച്ചിട്ടൊരു തീരുമാനമുള്ളൂ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനമുണ്ടാകും. ഇന്നലെ 113.14 ലക്ഷം യൂണിറ്റാണ് ഉപയോഗിച്ചത്. 5717 മെഗാവാട്ട് ഉപയോഗിച്ചു. അതിനുശേഷം 10 മണിക്ക് ശേഷം ഉണ്ടായ അനുഭവം 600 മെഗാവാട്ടിലെത്തി. നമ്മുടെ കപ്പാസിറ്റിക്ക് വെച്ച്, നമ്മുടെ ട്രാൻസ്ഫറിൻ്റെയും സബ്സ്റ്റേഷൻ്റെയും കപ്പാസിറ്റിക്ക് വെച്ച് കൂടുതൽ ഉപയോഗം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാത്ത രീതിയിലുള്ള ഉപയോഗം പോവുകയാണ്. 16 ഇരട്ടി വരെയൊക്കെയാണ് ഉപയോഗം. കുറച്ച് എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്കാകെ 20% ഉൽപ്പാദിക്കുന്നുള്ളൂ. ബാക്കി 80% പുറത്തുനിന്ന് മേടിക്കുകയാണ്. ആ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് തരാൻ ഇന്നലെ ആവശ്യപ്പെട്ടു, അത് തന്നില്ല. അവർ തരാത്തൊരു പ്രശ്നം കൂടി ഉണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മളിപ്പിനി വെള്ള കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധിയിൽ നിന്നപ്പുറം മേടിക്കാൻ പറ്റില്ല. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ഇല്ല. ഇതാണ് പ്രശ്നം. ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട വരും. ഇന്നലെ കേന്ദ്ര ഗ്രിഡിൽ നിന്ന് പുസ്തക അധികം വില നൽകിയാൽ പോലും അധികം വില നൽകാൻ പറഞ്ഞിട്ട് പോലും തന്നിട്ടില്ല. കേരളം അധികം വില നൽകാം എന്ന് പറഞ്ഞിട്ട് പോലും അതല്ല, കേന്ദ്ര ഗ്രിഡിൽ നമ്മൾ കരാറില്ലാത്തതൊക്കെ അധിക വില നൽകാനല്ലോ പീക്ക് അവറിൽ മേടിക്കുമ്പോൾ. അത് അധിക നില അവർ തന്നിട്ടില്ല. നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ അങ്ങനെ ഒരു ട്രിപ്പ് ആവില്ലല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരു 2 ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് പ്രശ്നം തീർക്കാൻ സാധിക്കും. കൊച്ചി കോർപ്പറേഷൻ മേഖലാ ഓഫീസിലെ ഫ്യൂസ് സൂരി KSEB ഫോർട്ട് കൊച്ചി ഓഫീസിലെ വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചത്. 2 ലക്ഷം രൂപ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് നടപടി. ഫോർട്ട് കൊച്ചി കോർപ്പറേഷന്റെ സോണൽ ഓഫീസിൽ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകൾ വന്ന് ഫ്യൂസ് വരികയുണ്ടായി. അത് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ഇലക്ട്രിസിറ്റി ബില്ല് കുടിശ്ശിക ബില്ല് കൊണ്ടിട്ടാണ് അവർ ഫ്യൂസ് വരിയെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. നമ്മളൊരു ബില്ലടക്കുന്ന കാര്യത്തിൽ പോലും ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളാണ് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഈ ചെറിയൊരു കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് കോർപ്പറേഷന്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥാപനങ്ങളിൽ ഇതുവരെ കോർപ്പറേഷൻ ബില്ലടക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ പല സ്ഥലത്തും അടച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലെ കേരളത്തിന് പൊള്ളുന്നു. ഉഷ്ണതരംഗത്തിൽ വെന്തുരുകി പാലക്കാട്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിലെ താപനില. മറ്റന്നാൾ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കരുതെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. തൃശൂർ, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുകയാണ്. പാലക്കാട് കിനാശ്ശേരിയിൽ നിന്ന് S. വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. അതിവേഗം മരുഭൂവൽക്കരണത്തിലേക്ക് പാലക്കാട് നടന്നെടുക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം കൂടുതലായും ഈ പ്രദേശങ്ങൾ, കൃഷിപ്പാടങ്ങളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. മണ്ണു വേവുന്ന ചൂടാണ് ഇവിടെ. 41 ഡിഗ്രിക്ക് മുകളിൽ ആണിപ്പോൾ ഇവിടുത്തെ താപനില. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉഷ്ണതരംഗം ഉണ്ട്. കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ മാത്രം 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ തന്നെ നിർജ്ജലീകരണം മൂലം 2 ആൾ മരിച്ചിരിക്കുന്നു. അതുകൂടാതെ സൂര്യതാപമേറ്റ് 2 ആൾ മരിച്ചിരിക്കുന്നു. ഇങ്ങനെ മരണസംഖ്യയും ഉയരുന്നു. പാലക്കാട് അതിവേഗം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുഭൂവൽക്കരണത്തിൻ്റെ ഒരു സൂചനകൾ പാലക്കാട് നിന്ന് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നു. ഇവിടെ വെള്ളം ലഭിക്കാതെ കർഷകർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. പാടങ്ങളെല്ലാം തന്നെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കാണാൻ കഴിയുന്നു. കനാലുകൾ പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുന്നു. മലമ്പുഴയിൽ നിന്നും മറ്റും വെള്ളം എത്തുന്ന കനാലുകൾ കൃത്യമായി തന്നെ എത്തുന്നില്ല. മലമ്പുഴയിൽ നിന്ന് വെള്ളം ലഭിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ കർഷകർക്ക് കൃഷി ചെയ്യാനാവുക.
പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്ന് കൃത്യമായി തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കേണ്ട വെള്ളം കേരളത്തിന് ലഭിക്കുന്നില്ല. അത് ലഭിക്കുകയാണെങ്കിൽ ചിറ്റൂർ മേഖലയിലെ ഒരു പകുതി ഭാഗമെങ്കിലും കർഷകർക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാൻ കഴിയും. ഒപ്പം തന്നെ രാത്രികളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാതെ പുറത്തു വന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. എയർ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാലക്കാട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശുദ്ധജലം കയ്യിൽ കരുതി മാത്രം പുറത്തു പോകേണ്ട അവസ്ഥ. എന്തായാലും അതുപോലെ തന്നെ ഈ സൂര്യാഘാതം ഏൽക്കുകയും ഒപ്പം തന്നെ കയ്യിൽ ചെറിയ തോതിലുള്ള ഈ ഫംഗസ് ബാധിച്ച പോലെ കയ്യിൽ ചൊറിച്ചിലുണ്ടാവുകയും അത് ചൂട് നമ്മൾ സാധാരണ ഈ അയൺ ബോക്സിൽ നിന്നൊക്കെ ചൂടേറ്റ പോലെയുള്ള പാടുകൾ ആളുകളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെ കർഷകർ ഉൾപ്പെടെ നമ്മളെ കാണിച്ചു തരുന്ന സംഭവം ഉണ്ടായിരിക്കുന്നു. എന്തായാലും പാലക്കാട്ടെ ജീവിതം അനുദിനം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കൊങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉഷ്ണതരംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഉഷ്ണതരംഗം ഉണ്ടാകാം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നത് എങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടാറുണ്ട്. ഇത്തവണ അത് പതിവിലും കൂടുതലാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര, വിദർഭ, മറാത്ത്വാഡ, ബീഹാർ, ഝാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടുക എന്നാണ് ഇത്തവണത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ സാധാരണ 8-നും 10-നും ഇടയിലാണ് ഉഷ്ണതരംഗം അനുഭവപ്പെടാറുള്ളത് എങ്കിൽ ഇത്തവണ 10 മുതൽ 20 മാസം വരെ ഉഷ്ണതരംഗം ഉണ്ടാകാം. ചില ദിവസങ്ങളിൽ 20-ലധികം ഉഷ്ണതരംഗ ദിവസങ്ങൾ ഉണ്ടാകാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ മെയ് 1 വരെ കനത്ത ചൂട് അനുഭവപ്പെടും. ദക്ഷിണ മേഖലയിൽ അടുത്ത 5 വർഷത്തേക്ക് ചൂട് കൂടുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നു. ആന്ധ്രാപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസത്തേക്കാണ് മുന്നറിയിപ്പ്. തെലങ്കാന, കർണാടക, സിക്കിമിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, ഡംപിംഗ് യാർഡ് എന്നിവിടങ്ങളിൽ അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ സംസ്ഥാനങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തും. വനപ്രദേശങ്ങളിലും തീ പടരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇടവേള. Join India's number 1. ഇപിയുമായുള്ള ജാവദേക്കറുടെ കൂടിക്കാഴ്ച അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയായിരുന്നുവെന്ന് ദല്ലാൽ നന്ദകുമാർ. തൃശൂരിൽ BJP ജയിക്കുക എന്നത് മാത്രമായിരുന്നു ജാവദേക്കറുടെ ആവശ്യം. അതിനെന്ത് ഡീലിനും തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെന്നും നന്ദകുമാർ ആരോപിച്ചു. ശോഭാ സുരേന്ദ്രൻ ഒരു മീറ്റിംഗിലും പങ്കെടുത്തിട്ടില്ലെന്നും അവർ തട്ടിപ്പുകാരിയാണെന്നും നന്ദകുമാർ പറഞ്ഞു. ശോഭയ്ക്കെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. NDA അധികാരത്തിൽ വരുമ്പോൾ 9 കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുമെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു. ഇപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം EP എന്നെയും സുധാകരനെയും ശോഭയും പ്രതിയാക്കി പോലീസിൽ കംപ്ലൈന്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതിന് FIR വരും. ഇപ്പോൾ ശോഭ എനിക്കെതിരെ ഒരു FIR ഇട്ടുണ്ട് 509. ഞാൻ നോക്കിയെടുത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് 509 അവൈലബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. സബ്സെക്ഷൻ കൂടുതൽ കൂട്ടിച്ചേർക്കാണ്ടിരുന്നാൽ മതി എൻ്റെ കൂടെ. അതായത് ശോഭാ സുരേന്ദ്രൻ തട്ടിപ്പുകാരിയാണ്, പക്ക തട്ടിപ്പാണ്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ ലളിത ഹോട്ടലല്ല, അതാണ് ശോഭയുടെ തെറ്റ്. ITC മൗര്യയിലാണ് ശോഭ വന്നത്. ITC മൗര്യ വന്നിട്ട് PM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ ഒരാളെന്നും പറഞ്ഞ് ഒരു ആളെ എന്നെ സമീപിച്ചു ടേബിളിൽ. ഇങ്ങനെ കാണിച്ച ID എനിക്ക് സംശയം വന്നു. കാരണം PM ഒന്നൊരാളങ്ങനെ വരില്ല, നമ്മൾ ഡൽഹി കാണണമല്ല. അതിനിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ മൊബൈലിൽ പകർത്തണ്. എൻ്റെ കൂടെ EP അവിടെ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇവരൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തതാണ് ഇതെല്ലാം. അവിടെ വെച്ച് ശോഭയായിട്ട് തെറ്റി ടേബിളിൽ നിന്ന് എണീച്ചു പോയി. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടായിട്ടില്ല, ഒരു റോളും ഇല്ല. ഇപ്പം എന്താ പ്രശ്നം എന്നറിയാമോ? ആ EP പരാതി കൊടുക്കുന്നുണ്ട്, പിന്നെ എന്നോട് ബന്ധം ഏർപ്പെടുത്താൻ പറഞ്ഞ പേരിൽ അദ്ദേഹം മൊബൈലിൽ ബ്ലോക്ക് ചെയ്യാൻ പോണെയാണ്. അദ്ദേഹത്തിൻ്റെ 944708763333. ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് 25-ാം തീയതിയാണ്. അദ്ദേഹത്തെ വിളിച്ച ശേഷമാണ് അന്ന് ഞാൻ നിങ്ങളെയൊക്കെ കണ്ടത്. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ്, നമ്മുടെ സംഭവങ്ങൾ ഇന്നതാണ് നടന്നത്, പറഞ്ഞോട്ടെ. പറയാൻ പറഞ്ഞു. അവിടെ ഞാൻ തെറ്റുകാരനല്ല, ഞാൻ അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചത്. ഒരു മീറ്റിങ്ങിൽ ശോഭ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ 120B ഏതെങ്കിലും
IPCയും കൂടി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്താൽ എന്നെ വിളിപ്പിക്കും, ഞാൻ അക്യൂസ്ഡ് ആവും. ശോഭ പ്രൂവ് ചെയ്യണം. ശോഭ രാമനിലയത്തിൽ സംഭവിച്ചത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. രാമനിലയത്തിൽ ഞാൻ ചെന്നു, രാമനിലയത്തിൽ ജാവദേക്കർ എന്നെ കാണാൻ വന്നു. രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ, റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ EP ഒരു മുറിയിലും ഓപ്പോസിറ്റ് മന്ത്രി രാധാകൃഷ്ണനും. രാധാകൃഷ്ണന്റെ മുറി തുറന്നു വെച്ചിരിക്കുന്നു. റൈറ്റ് സൈഡിൽ ഗോവിന്ദൻ മാഷ്, അതിന്റെ തൊട്ടടുത്ത റൂമിൽ ഞാനും ഇരുന്നു. ശോഭ അവിടെ കയറി ഏതോ റൂമിൽ കയറി പറ്റിയിട്ടാണ് ശ്രമിച്ചെങ്കിൽ ശോഭയ്ക്ക് ഈ സാധനം കയ്യിലുണ്ടോന്ന് ശ്രീനിവാസനും മോഹൻലാലും കൂടി ഒരു സംഭവം കൊണ്ട് അമേരിക്ക നടക്കണോട്ട് ജാവദേക്കർ ഏത് റൂമാണെന്ന് കൊട്ടി വിളിക്കാൻ പറ്റൂലല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർണ്ണ പിന്തുണ നൽകിയെങ്കിലും EP ജയരാജന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക CPMന്റെ കേന്ദ്ര കമ്മിറ്റിയാകും. കാരണം അദ്ദേഹത്തിന്റെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും EP ജയരാജന്റെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും അത് തള്ളിപ്പറയാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. അതിന് കാരണം EP ജയരാജൻ BJPയിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ നടത്തിയെന്നോ നേതൃത്വം കരുതുന്നില്ല. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അത്തരമൊരു രീതിയിൽ വിചാരിക്കുന്നില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള കൂട്ടുകെട്ടാണ് ഈ ഒരു അപകടത്തിലേക്ക്, ഈ ഒരു ആരോപണത്തിലേക്ക് ജയരാജനെ എത്തിച്ചതെന്ന വിലയിരുത്തലായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജയരാജനെ ചേർത്ത് നിർത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറായത്. മാത്രമല്ല നന്ദകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കും. ശോഭാ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ, KPCCയുടെ മുൻ അധ്യക്ഷൻ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന K സുധാകരൻ എന്നിവർക്കെതിരെ EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നന്ദകുമാറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ കഴിഞ്ഞ ദിവസം EP ജയരാജൻ രംഗത്ത് വന്നിരുന്നു. ഇനിയും അത്തരം നടപടികളിലൂടെ തന്നെ ജയരാജൻ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. നന്ദകുമാർ ഇന്ന് പറഞ്ഞത് ജയരാജന് തന്നെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നാണ്. പക്ഷെ അങ്ങനെ നിന്ന് CPMൽ നിന്ന് പോകാൻ ജയരാജന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നന്ദകുമാരനെ തള്ളിപ്പറഞ്ഞു തന്നെയാകും EP ജയരാജൻ നിലപാടെടുക്കുക. കേന്ദ്ര കമ്മിറ്റി യോഗം വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജയരാജന്റെ വാദങ്ങൾ വീണ്ടും കേൾക്കും. അവിടെ ജയരാജന് ജാഗ്രതക്കുറവ് ഉണ്ടായെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും മുന്നണിയിലെ മറ്റു കക്ഷികളുടെയും ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം വളരെ നിർണായകമാകും. CPI സംസ്ഥാന സെക്രട്ടറി നേരത്തെ ജയരാജന്റെ ഇടപെടലിലെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. മുന്നണി യോഗത്തിലും അത് ഉന്നയിക്കും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി ബോധ്യപ്പെടുത്തത്തിലുള്ള ഒരു തീരുമാനം കേന്ദ്ര കമ്മിറ്റി യോഗശേഷം ഉണ്ടാകും. എങ്കിലും കടുത്ത നടപടി EP ജയരാജന് മേൽ ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. EP ജയരാജനെ തൊട്ടാൽ അഴിമതിയുടെ കൊട്ടാരം മൊത്തം കത്തുമെന്ന് K സുധാകരൻ. നടപടിയെടുക്കില്ലെന്ന് ഉറപ്പായിരുന്നു. സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് പ്ലെയർ പോയതുപോലെയാണ് EP യോഗശേഷം മടങ്ങിയതെന്നും സുധാകരൻ വിമർശിച്ചു. പിണറായിയെ രക്ഷിക്കാനാണ് ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതെന്നും K സുധാകരൻ ആവർത്തിച്ചു. ഞാൻ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ CPMന്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചപ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ? എന്തോ ഒരു മനസ്സമാധാനത്തിലാവും അയാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ വെച്ചാൽ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം ആ തൊണ്ടി. പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജന്റെ കൂടിക്കാഴ്ച പൊളിറ്റിക്കൽ ഡീൽ എന്ന് രമേശ് ചെന്നിത്തല. പിണറായി അറിഞ്ഞുകൊണ്ടുള്ള ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ജയരാജനെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. പിണറായി വിജയന് ജയരാജനെ ഭയമാണ്. അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ജയരാജൻ AK സെന്ററിൽ നിന്ന് ഇറങ്ങി വന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു നടപടി ഉണ്ടാവില്ല. പിണറായി വിജയൻ EP ജയരാജനെ ഭയമാണ്. ഒരു നടപടി ഉണ്ടാവില്ല. അദ്ദേഹം ഇന്നലെ എന്താ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേകവരെ പോലെയാണ് ഇന്നലെ EP ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത്. അപ്പോൾ വളരെ വിജയശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത്. അപ്പോൾ ഒരു നടപടി ഉണ്ടാവില്ല. ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത്. ഇതൊരു രാഷ്ട്രീയമായ ഡീലാണ്. അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഡീൽ തുടങ്ങിയത് BJPയുമായി CPMന്റെ ഈ ഡീല് തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. തുടർഭരണമെന്ന് പറയുന്നത് BJPയുടെ സംഭാവനയാണ്. 4% BJPയുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത്. അതുകൊണ്ട് EP ജയരാജന്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല.
അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. EP വിവാദത്തിൽ ഒഴിഞ്ഞുമാറി PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്യാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് തുടങ്ങാം. ഇപ്പം അധികം നമ്മളത് ഡിബേറ്റ് ചെയ്യണ്ടല്ലോ. ഇന്നലെ അത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം നമ്മൾ അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. തങ്ങളിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പോൾ അത് വേണ്ട. ശോഭാ സുരേന്ദ്രനെ CPM-ലെത്തിക്കാൻ ശ്രമം നടന്നതായി HRDS സെക്രട്ടറി അജി കൃഷ്ണൻ. ശോഭാ സുരേന്ദ്രൻ മികച്ച സംഘടനാ മികവുള്ളയാളാണെന്നും പിണറായി ചുമതലപ്പെടുത്തിയ ആൾ ശോഭയെ കണ്ടിരുന്നുവെന്നും അജി കൃഷ്ണൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ LDF പ്രവേശനം താൻ തടഞ്ഞുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ദല്ലാൽ നന്ദകുമാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. HRDS-ന്റെ പ്രതിനിധിയായ അജി കൃഷ്ണനാണ് ഇക്കാര്യം പറഞ്ഞത്. ദല്ലാനന്ദകുമാർ അജി കൃഷ്ണനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ മികച്ച സംഘടനാ മികവുള്ളയാളാണെന്ന് ആണ് പറയുന്നത്. പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയ ആൾ ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു. ശോഭാ സുരേന്ദ്രനെ CPM-ലെത്തിക്കാൻ അത്തരത്തിൽ ശ്രമം നടന്നിരുന്നു എന്നാണ് അജി കൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഈ പുതിയ സാഹചര്യത്തിൽ ഏറെ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ കൂടിയായി അത് മാറുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിരവധിയായ അഭ്യൂഹങ്ങൾ ഇത്തരത്തിൽ പ്രചരിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ CPM-ലെത്തിക്കാനുള്ള ശ്രമം കൂടി നടന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. ദല്ലാൽ നന്ദകുമാർ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ് എന്നും അജി കൃഷ്ണൻ പറയുന്നു. ദല്ലാൽ നന്ദകുമാർ തൻ്റെ സുഹൃത്താണ്, പക്ഷേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വാസ്യതയില്ല എന്നും അജി കൃഷ്ണൻ വ്യക്തമാക്കുന്നു. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല. അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. നന്ദകുമാർജി നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾ തന്നെയാണ്. നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശോഭാ മേഡത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ആൾ പറയില്ല. ഇപ്പോൾ CPM-ൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ശോഭാ സുരേന്ദ്രനെ പോലെ ആർജവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഇത്തരം ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, പിണറായി വിജയനെതിരെ ഇവിടെ ജനത്തിൻ്റെ മനസ്സ് മുഴുവനും എതിരായപ്പോൾ പോലും BJP-യുടെ നേതൃത്വം, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വേണ്ടത്ര അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ ഒരാൾ മാത്രമാണ് ഈ കാര്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്കിലോട്ട് കൊണ്ടുവരികയും വലിയ പോരാട്ടം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വ മികവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഓരോ പാർട്ടികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ CPM-ഓ കോൺഗ്രസ്സോ ആം ആദ്മി പാർട്ടി അത്തരം ആളുകളൊക്കെ ഇവരെ ബന്ധപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും HRDS ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ BJP-യുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്നയാളും നേരിട്ട് മോദിജിയായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളൊന്നും ഒരിക്കലും ഈ ഇവിടെ ലോകത്താകമാനം തകർന്ന് തരിപ്പണമായി പോയ ഒരു CPM പോലൊരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞാനത് കരുതുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ ഇടവന്നതെന്നും മനസ്സിലായില്ല. ഇന്നിങ്ങനെ ഞാൻ അതിൻ്റെ ഇത് രാവിലെ കണ്ടപ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരിക്കലും HRDS അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല, ഞാനും ഇടപെട്ടിട്ടില്ല. വിനേഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, അജി കൃഷ്ണനെതിരെ നന്ദകുമാർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷേ വളരെ ഗൗരവതരമായ ഒരു കാര്യം ഉന്നയിക്കുന്നത് ശോഭയെ CPM-ലെത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഈ ദല്ലാൽ നന്ദകുമാറുമായി അജി കൃഷ്ണന് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു സമയത്ത്. പക്ഷേ ഇടക്കാലത്ത് എന്തുകൊണ്ടോ അവർ തമ്മിൽ നല്ല ഒരു ബന്ധത്തിലല്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ശോഭാ സുരേന്ദ്രന് LDF-ന്റെ പ്രവേശനം തടഞ്ഞുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ദല്ലാൽ നന്ദകുമാർ എന്തുകൊണ്ടാണ് തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് അറിയില്ല. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ മികച്ച സംഘടന മികവുള്ളയാളാണെന്നും
അതുപോലെ തന്നെ അവരെ പല പാർട്ടികളും തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അതിലൊന്നാണ് LDFന്റെ, അതായത് CPM നീക്കം എന്നാണ് അജയ് കൃഷ്ണൻ പറയുന്നത്. പിണറായി ചുമതലപ്പെടുത്തിയ ഒരാൾ ശോഭയെ വന്ന് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് ആരാണ് എന്താണെന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ശോഭാ സുരേന്ദ്രനെ CPM എത്തിക്കാൻ പിണറായി നീക്കം നടത്തി എന്നുള്ള വളരെ ഗൗരവമായ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് അജയ് കൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ പിണറായി വിജയന്റെ ദൂതൻ ശോഭയെ വന്ന് കണ്ടിരുന്നു. ഇത് ഏത് കാലത്താണ്, ഏത് കാലഘട്ടത്തിലാണ് അത്, ആ ശ്രമം ഏത് ഘട്ടം വരെ പോയി, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ അദ്ദേഹം? ഇല്ല, അദ്ദേഹം കൃത്യമായി ഇത് പറയുന്നില്ല. ഇങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. അത് ഏത് കാലത്താണ് എങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല. ശോഭയുടെ സംഘാടന മികവ് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് CPMൽ വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശോഭയെ പാർട്ടിയിൽ എത്തിക്കാൻ CPMന് വലിയ താല്പര്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പിണറായി വിജയന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദൂതനെ പറഞ്ഞു വിടുകയും ചെയ്തത്. പക്ഷേ ശോഭ അതിന് തയ്യാറായില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി BJPക്കകത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു. അതായത് BJP അധ്യക്ഷനായ K. സുരേന്ദ്രനുമായി ഇവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഉണ്ടായ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ പിണറായി വിജയന്റെ ദൂതൻ ഇവരെ സമീപിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് സ്വാഭാവികമായും കരുതേണ്ടി വരും. എന്നാൽ ഇതിൽ പല കാര്യങ്ങളും വിട്ടു പറയാനോ അല്ലെങ്കിൽ ഈ ദൂതൻ ആരായിരുന്നു എന്ന് പറയാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോഴും വിവാദത്തിനില്ല എന്ന് തന്നെയാണ് ഈ അജയ് കൃഷ്ണൻ പറയുന്നത്. അജയ് കൃഷ്ണന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ല. അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. നന്ദകുമാർജി നമ്മളുമായിട്ട് വളരെ ബന്ധമുള്ള ആൾ തന്നെയാണ്. നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഉള്ള കാര്യങ്ങളിൽ അദ്ദേഹം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ശോഭാ മാഡത്തിൻ്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഡൈനാമിക് ആയിട്ടുള്ളൊരു ആൾ പറയില്ല. ഇപ്പോൾ CPMൻ്റെ ഭാഗത്തു നിന്നായാലും കോൺഗ്രസ്സിലായാലും മറ്റു പാർട്ടികളിലായാലും ശോഭാ സുരേന്ദ്രനെ പോലെ ആർജവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഈ ഇത്തരം ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, പിണറായി വിജയനെതിരെ ഇവിടെ ജനത്തിൻ്റെ മനസ്സ് മുഴുവനും എതിരായപ്പോൾ പോലും BJPയുടെ നേതൃത്വം, ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം വേണ്ടത്ര അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ നിന്ന സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ ഒരാൾ മാത്രമാണ് ഈ കാര്യം ഏറ്റെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്കിലോട്ട് കൊണ്ടുവരികയും വലിയ പോരാട്ടം തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വ മികവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഓരോ പാർട്ടികളിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ആ പാർട്ടിയുടെ ആളുകൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ CPMോ കോൺഗ്രസ്സോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത്തരം ആളുകളൊക്കെ ഇവരെ ബന്ധപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊന്നും HRDS ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ BJPയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്തുന്നയാളും നേരിട്ട് മോദിജിയായിട്ടൊക്കെ നേരിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളൊന്നും ഒരിക്കലും ഈ ഇവിടെ ലോകത്താകമാനം തകർന്ന് തരിപ്പണമായി പോയ ഒരു CPM പോലൊരു സംവിധാനത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഞാനത് കരുതുന്നില്ല. എന്താണ് ശോഭാ സുരേന്ദ്രനെ CPMൽ എത്തിക്കാൻ ശ്രമം നടന്നു. പിണറായി വിജയന്റെ ദൂതൻ ശോഭാ സുരേന്ദ്രനെ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തലാണ് അജയ് കൃഷ്ണൻ നടത്തുന്നത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച 1 കോടി തിരിച്ചടയ്ക്കാൻ CPM നീക്കം. തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്കിലെത്തി ചർച്ച നടത്തുകയാണ്. ആദായനികുതി ഉദ്യോഗസ്ഥരും ബാങ്കിലെത്തി. കരുവന്നൂർ കേസിൽ നാളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി ED MM വർഗീസിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, ഈ പുതിയ സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇന്നലെ MM വർഗീസിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ED തേടിയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം ഈ തുക പിൻവലിച്ചു എന്നതാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തുക ചെലവഴിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് നിർദ്ദേശിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഈ തുക ചെലവഴിക്കാൻ സാധ്യമല്ലായിരുന്നു, അത് ചെലവഴിക്കുകയും ചെയ്തിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. പൂർത്തിയായ സ്ഥിതിക്ക് ബാങ്കിൽ തിരിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയമോപദേശം അതനുസരിച്ച് CPM തേടിയതിനു ശേഷമാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്.
ഈ തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയാണ് ബാങ്കിലേക്ക് ജില്ലാ സെക്രട്ടറി കൂടിയായ എം വർഗീസ് ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇതിൽ ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും ഈ വിവരം ബാങ്ക് അധികൃതർ അറിയിച്ചിരുന്നു. ഇവർ കൂടി ഇവിടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി പരിശോധനകൾക്ക് അത് വിശദമായ രീതിയിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ബാങ്കിലേക്ക് പെട്ടെന്ന് തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അത്തരം കാര്യങ്ങൾ ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തുകയാണ്. എന്തായാലും ഈ വിഷയങ്ങൾ വീണ്ടും CPM-ന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിന്റെ തുടർച്ചയായുള്ള ഈ നീക്കങ്ങൾ. അത് മാത്രവുമല്ല, നാളെ ED ഓഫീസിൽ ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം M വർഗീസിന് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. പക്ഷെ നാളെ ഹാജരാകാൻ കഴിയില്ല എന്നും നാളെ തൊഴിലാളി ദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധിയായ പരിപാടികൾ ഉണ്ടോ എന്നും തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ബുദ്ധിമുട്ടുകയാണെന്നെല്ലാം തന്നെ ഇവിടെ ED ഓഫീസിൽ പ്രതികരിച്ചിരുന്നതായാണ് വിവരം. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് ഇന്ന് ഈ രൂപ 1 കോടി രൂപ തിരിച്ചടക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പ് സംബന്ധിയായ കാര്യങ്ങളിൽ വീണ്ടും ഈ തുക സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2.5 മണിക്കൂറായി തൃശൂർ CPM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ ബാങ്കിൽ തന്നെയാണ് തുടരുന്നത്. ശരി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് ക്രൂരമർദ്ദനം. MRI സ്കാനിങ്ങിന് ഡേറ്റ് കൊടുക്കാത്തതിനാണ് ജീവനക്കാരിയെ ജയകുമാരിയെ ഇടിവള ഉപയോഗിച്ച് മുഖത്തിടിച്ചത്. അബോധാവസ്ഥയിൽ ആയ ജയകുമാരിയെ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പൂവാർ സ്വദേശി അനിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിൽ. വെള്ളയിൽ സ്വദേശി ധനേഷാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെയാണ് ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ വെട്ടിക്കൊന്നത്. ധനേഷിൻ്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ധനേഷ് തന്നെയാണ് കാർ കത്തിച്ചതെന്നും കൊലപാതകം ആസൂത്രിതമെന്നും പോലീസ് പ്രതികരിച്ചു. പേഴ്സണൽ എൻമിറ്റിയാണ് ഇതുവരെ നമുക്ക് മനസ്സിലായത്. അത് തന്നെയാണ് നമുക്ക് നോക്കുന്നത്. വേറെ എന്തെങ്കിലും എങ്കിലുണ്ടോ നമുക്ക് അന്വേഷിച്ച് മാത്രം പറയാൻ പറ്റൂ. ആ കാർ കത്തിച്ച് അതേ പ്രതി തന്നെയാണോ, മർഡർ പ്ലാൻ ചെയ്ത് തന്നെയാണോ നമുക്ക് ഇതുവരെ തോന്നുന്നത്. ബാക്കി നമുക്ക് എവിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റൂ. അതിലെ ബന്ധപ്പെട്ട കേസ് നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെ കേസ് ഇവിടെ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അതിൽ നമുക്ക് 2 ദിവസം മുമ്പാണോ അത് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അത് സംഭവമായി. 2 സംഭവത്തിന് അടുത്തടുത്താണോ. അവിടെ CCTV ഇല്ലായിരുന്നു. അതാണ് നമുക്ക് നേരത്തെ തന്നെ കിട്ടിയായിരുന്നു ആളെ. പാലക്കാട് വീടിനുള്ളിൽ കിടന്ന് ഉറങ്ങിയ ആൾക്ക് സൂര്യാതപമേറ്റു. ചാലശ്ശേരി കുന്നത്തേരി കടവാരത്ത് ക്യാപ്റ്റൻ സുബ്രഹ്മണ്യനാണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീടിനകത്തെ മുറിയിൽ കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോഴാണ് കയ്യിൽ നീറ്റൽ അനുഭവപ്പെട്ടത്. സുബ്രഹ്മണ്യൻ്റെ കൈ പൊള്ളിയ നിലയിലായിരുന്നു. വീടിനു ചുറ്റും നിരവധി മരങ്ങളുള്ളതിനാൽ ജനലുകൾ തുറന്നിട്ടാണ് ഉച്ചയ്ക്ക് മുറിക്കകത്ത് കിടന്നതെന്ന് സുബ്രഹ്മണ്യൻ പറഞ്ഞു. കൊല്ലം ചിറ്റുമലയിൽ ഇടിമിന്നലേറ്റ് കാഷ്യൂ ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. മണ്ണടി സ്വദേശി തുളസീധരൻ പിള്ളയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 3:30-ക്കുണ്ടായ ശക്തമായ ഇടിമിന്നലേറ്റാണ് മരണം. പോലീസ് ജീപ്പിൽ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇടിമിന്നലിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 5 കശുവണ്ടി തൊഴിലാളികളെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇടിമിന്നലിൽ ചടയമംഗലത്ത് വീട് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആദ്യ കുറ്റപത്രം ഹാജരാക്കാൻ CBIക്ക് ഹൈക്കോടതി നിർദ്ദേശം. കുറ്റപത്രം ഹാജരാക്കാൻ CBIക്ക് ഒരാഴ്ച സമയം നൽകി. പ്രതികൾക്കെതിരായ ആക്ഷേപം ഗുരുതരമെന്ന് CBI കോടതി അറിയിച്ചു. 7 പ്രതികളുടെ ജാമ്യാപേക്ഷ മെയ് 7-ന് പരിഗണിക്കാൻ മാറ്റി. കണ്ണൂർ ചെറുകുന്നിൽ കാറും പാചകവാതക ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 5 പേരും കാർ യാത്രക്കാരാണ്. ചെറുകുന്ന് പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി 10:10 അപകടമുണ്ടായത്. കാസർഗോഡ് സ്വദേശികളായ ഒരേ കുടുംബത്തിലെ 4 പേർ ഉൾപ്പെടെ 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. കാലിച്ചാലടുക്കം ശാസ്താംപാറ സ്വദേശി പത്മകുമാർ, കരിവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ, മകൾ അജിത, ഭർത്താവ് ചൂരിക്കാട്ട് കമ്മാടത്തെ സുധാകരൻ,
അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകനെ കോഴിക്കോടുള്ള ഒരു കോച്ചിങ് സെന്ററിൽ കൊണ്ടുവിട്ടതിന് ശേഷം തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മറ്റൊരു ലോറിയെ ഓവർടേക്ക് ചെയ്തതിനിടയിൽ എതിരെ വരികയായിരുന്ന ഗ്യാസ് ടാങ്കറിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. മണിക്കൂറുകളോളം സമയമെടുത്ത് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. എന്തായാലും ഈ 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത്. എന്തായാലും വലിയ ദുരന്തമാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലുണ്ടായത്. എല്ലാം 5 പേരും കാസർഗോഡ് സ്വദേശികളാണ്. ഈ സുധാകരന്റെ പേരിലുള്ളതാണ് ഈ കാറ്. എന്തായാലും ഈ പ്രദേശത്ത് പതിവായി അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 5ഓളം ആൾക്കാരായിരുന്നു ആ കാറിലുണ്ടായത്. അതിദാരുണമായ അന്ത്യമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായത്. അവരെ എടുക്കാൻ തന്നെ നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു 9 വയസ്സോളം പ്രായമുള്ളൊരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100ഓളം അപകടങ്ങൾ നടന്നൊരു റോഡാണിത്. റോഡിൽ സുരക്ഷാ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കൂടാതെ ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല കുഴികളും ഈ റോഡിൽ കാണാം. പുന്നശ്ശേരി പെട്രോൾ പമ്പിൻ്റെ മുന്നാണ് സംഭവിച്ചത്. രാത്രി 10 മണിയോളം അതിന് സംഭവം. 5 പേരുണ്ടായിരുന്നു. അത് 3 ആൾ അന്നേരം തന്നെ മരിച്ചിരുന്നു. 2 പേര് പോകുന്ന വീട്ടിലായിരുന്നു. 5 പേരുടെയും മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. KB ബൈജു, ന്യൂസ് 18, കണ്ണൂർ. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തിയ ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ തെറിച്ചു വീണെങ്കിലും ബസ്സിനടിയിൽ പെടാതെ രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ കാഞ്ഞാണിയിൽ നിന്നും ഇന്നലെ കാണാതായ അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം കണ്ടെത്തി. പാലാഴി കാക്കമാട് പുഴയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മണലൂർ ആനക്കാട് സ്വദേശിനി കൃഷ്ണപ്രിയ, മകൾ പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഭർത്തൃഗൃഹത്തിലേക്ക് പുറപ്പെട്ട യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും കാണാതായത്. ഇത് സംബന്ധിച്ച് യുവതിയുടെ ഭർത്താവ് അഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമെതിരെ പ്രചാരണം ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. 3ാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നരേന്ദ്രമോദി കത്തെഴുതി സംവരണമടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് തുറന്നു കാട്ടണമെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. പരമാവധി വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അശ്ലീല വീഡിയോ വിവാദത്തിൽ ഹസനിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണയെ സസ്പെൻഡ് ചെയ്ത് JDS. ഹുബളിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെയാണ് സസ്പെൻഷനെന്നും റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി കൈക്കൊള്ളുമെന്നും യോഗ തീരുമാനം വിശദീകരിച്ച് HD കുമാരസ്വാമി പറഞ്ഞു. ഇതിനിടെ താനാണ് ദൃശ്യങ്ങൾ ചോർത്തിയതെന്ന് വെളിപ്പെടുത്തി പ്രജ്വലിന്റെ മുൻ ഡ്രൈവർ കാർത്തിക് രംഗത്ത് വന്നു. വിഷയത്തിൽ ഇടപെട്ട ദേശീയ വനിതാ കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPയോട് നിർദ്ദേശിച്ചു. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച അമിത്ഷാ. ഫേക്ക് വീഡിയോ ഉപയോഗിച്ച് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു. BJPയുടെ പ്രകടന പത്രിക വളച്ചൊടിക്കുന്നു, സംവരണം അവസാനിപ്പിക്കണമെന്ന പ്രചാരണം തെറ്റാണ്. ദക്ഷിണേന്ത്യയിലും BJP തന്നെ വിജയിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. परंतु कांग्रेस पार्टी जो हम पर आरोप लगाना चाहती है, मैं छोटी सी बात पूछना चाहता हूं, वहां सरकार किसकी है? सरकार कांग्रेस पार्टी की है। फेक वीडियो आपके ध्यान में ही होंगे क्योंकि टाइम पर रिलीज किए गए हैं, और अब तक कार्यवाही कांग्रेस पार्टी ने क्यों नहीं की? कार्यवाही हमने नहीं करनी है। ये लॉ एंड ऑर्डर का इश्यू स्टेट का इश्यू है। प्रियंका जी हमसे सवाल पूछ रही है, मैं प्रियंका जी को कहना चाहता हूं, नरेंद्र मोदी जी और मुझसे सवाल पूछने की जगह आपके मुख्यमंत्री उप मुख्यमंत्री को सवाल करिए कि आपकी सरकार क्या कर रही है, क्यों जांच नहीं हो रही है। हम जांच के पक्ष में है और हमारे साथी दल JDS ने भी उन पर कदम उठाने की घोषणा की है। आज शायद उनकी कोर कमेटी की मीटिंग है और कदम उठाए भी जाएंगे। इस प्रकार की घटनाओं को
सार्वजनिक जीवन में, समाज में या निजी तौर पर कहीं पर कोई स्थान नहीं होना चाहिए। कठोर से कठोर कदम उठाने चाहिए। ये भारतीय जनता पार्टी का स्टैंड अफर है और उसमें कोई कंफ्यूजन भारतीय जनता पार्टी में किसी स्तर पर नहीं है। हम महिला शक्ति के अपमान का, मातृशक्ति के अपमान का घोर निंदा करते हैं। മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ യുഎസിലെ 4ാമത്തെ ഷോറൂം ഇല്ലിനോയിസിലെ നേപ്പർവില്ലിൽ മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് വെർച്വൽ പ്ലാറ്റ്ഫോം വഴിയാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചിക്കാഗോയിലെ ഷോറൂം ഇന്ത്യൻ കൗൺസിൽ ജനറൽ സോമനാഥ് ഘോഷാണ് ഉദ്ഘാടനം ചെയ്തത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD ഷംലാൽ അഹമ്മദ്, പട്ടേൽ ബ്രദേഴ്സിലെ രാകേഷ് പട്ടേൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ നോർത്ത് അമേരിക്ക ഓപ്പറേഷൻസ് പ്രസിഡന്റ് ജോസഫ് ഈപ്പൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വടക്കേ അമേരിക്കയിലെ ഷോറൂമുകളുടെ എണ്ണം 5ആയും ആഗോളതലത്തിലെ ഷോറൂമുകളുടെ എണ്ണം 350ആയും ഉയർന്നു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് 6620, 53,280. സ്വർണം 18 ക്യാരറ്റ് 5555, 44,440. വെള്ളി 87 കിലോഗ്രാമിന് 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അറ്റ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം. ഏതായാലും സമയം